പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച കേസുകളിൽ കർശന ശിക്ഷ ഉറപ്പാക്കുന്ന പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ല് നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കും. തട്ടിപ്പ് നടത്തുന്നവർക്ക് 10 വർഷം വരെ തടവും 50 ലക്ഷം രൂപ വരെ ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നതാണ് ബില്ല്. അതേസമയം പ്രതിപക്ഷം ബില്ലിനോട് സഹകരിച്ച് ചർച്ചയിൽ പങ്കെടുത്തേക്കും. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്ന ആവശ്യവും ഉന്നയിക്കും. അതേസമയം സമരം പിൻവലിച്ചതോടെ സമരക്കാർ പൂർണ്ണമായും ജന്തർ മന്ദർ വിട്ടു. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, എന്തായാലും പരീക്ഷാ പേപ്പർ ചോർച്ച കേസുകളിൽ കർശന ശിക്ഷ ഉറപ്പാക്കുന്ന ബില്ലാണ് നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കുക. വിശദാംശങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഈ സമരവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു പുതിയ ഒരു നിയമം. അതായത് ഈ ചോദ്യപേപ്പർ ചോർച്ച കേസുകളിൽ കർശന ശിക്ഷ കുറ്റക്കാർക്ക് ഉറപ്പാക്കുന്ന, കർശന നടപടി ഉറപ്പാക്കുന്ന നിയമം കൊണ്ടുവരും എന്നുള്ളത്. ഏതായാലും അത് നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആയിരിക്കും ബില്ല് അവതരിപ്പിക്കുക. എല്ലാ അജണ്ടകൾക്കും മുകളിലായി ഈ ബില്ല് കൊണ്ടുവന്ന് നാളെ തന്നെ പാസ്സാക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഏതായാലും ഈ ചോദ്യപേപ്പർ ചോർച്ചകളിൽ കർശന ശിക്ഷ ഉറപ്പാക്കുന്ന വ്യവസ്ഥകളാണ് ഈ ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ, അതായത് 2024 കേന്ദ്ര സർക്കാർ പാസാക്കിയ പൊതുപരീക്ഷാ നിയമമുണ്ട്. ആ നിയമമാണ് ഇപ്പോൾ ഭേദഗതി ചെയ്യുന്നത്. അതിൽ കൂടുതൽ ശിക്ഷകൾ ഉറപ്പാക്കിയാണ് ഈ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. നേരത്തെ ഈ ചോദ്യപേപ്പർ ചോർച്ച കേസുകളിൽ കുറ്റക്കാർക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് കുറഞ്ഞ ശിക്ഷ 3 വർഷം തടവായിരുന്നു. അതിപ്പോൾ 5 വർഷത്തിലേക്ക് കൂട്ടിയിട്ടുണ്ട്. നേരത്തെ പരമാവധി ശിക്ഷ 10 വർഷം തടവായിരുന്നു, 5 വർഷം തടവായിരുന്നു. അതിപ്പോൾ 10 വർഷമായും ഉയർത്തിയിട്ടുണ്ട്. 10 വർഷം തടവിനൊപ്പം തന്നെ 50 ലക്ഷം രൂപ വരെ പിഴയും ഈ പ്രതികൾ ഒടുക്കേണ്ടതായി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇത്തരം കേസുകൾ വന്നു കഴിഞ്ഞാൽ, ഒരു കേസ് അല്ലെങ്കിൽ പരാതി ഉയർന്നു കഴിഞ്ഞാൽ 2 മാസത്തിനകം തന്നെ ഈ കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കണം. മാത്രമല്ല 3 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണം. വിചാരണ പൂർത്തിയാക്കി ശിക്ഷ വിധിക്കണം എന്നുള്ളതാണ് ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്ന മറ്റൊരു കാര്യം. ഫാസ്റ്റ് ട്രാക്ക് കോടതികളടക്കം ഇതിനുവേണ്ടി രാജ്യത്ത് സ്ഥാപിക്കുകയും ചെയ്യുമെന്നും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ഈ ചോദ്യപേപ്പർ ചോർച്ചയിൽ പങ്കാളികളാകുന്ന അല്ലെങ്കിൽ കുറ്റക്കാരാകുന്ന സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് നേരത്തെ 3 വർഷം തടവ് ശിക്ഷയാണ് വിധിച്ചിരുന്നത് അല്ലെങ്കിൽ പറഞ്ഞിരുന്നത്. പക്ഷേ അതിപ്പോൾ 5 വർഷം തടവായി ഉയർത്തിയിട്ടുണ്ട്. മാത്രമല്ല നേരത്തെ 1 കോടി രൂപയായിരുന്നു പിഴയായി കൊടുക്കേണ്ടിയിരുന്നത്. അത് 5 കോടിയായും ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല 8 വർഷത്തേക്ക് ഈ സ്ഥാപനത്തെ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന്, അതായത് ഈ കോച്ചിങ് അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് വിലക്കുകയും ചെയ്യുമെന്ന് കൂടി ഈ നിയമത്തിൽ പറയുന്നുണ്ട്. ഏതായാലും ഈ ബില്ല് നാളെ പാർലമെന്റിലേക്ക് വരുമ്പോൾ അതിനോട് സഹകരിക്കാനായിരിക്കും പ്രതിപക്ഷത്തിന്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ചർച്ചയിൽ പങ്കെടുത്ത് കേന്ദ്ര സർക്കാരിനെതിരെ കൂടുതൽ വിമർശനങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതായിരിക്കും പ്രതിപക്ഷം സ്വീകരിക്കാൻ പോകുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത്. ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി അടക്കം ആവർത്തിച്ചു പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാപ്പ് പറയണം വിദ്യാർത്ഥികളോട് എന്നുള്ളതാണ്. അത് മാത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ആവശ്യം ശക്തമായി തന്നെ പാർലമെന്റിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം എന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധി അടക്കം ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത് വലിയ വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയാകുന്ന നിലയിലേക്ക് വരികയും ചെയ്യുമെന്നുള്ളതാണ്. മാത്രമല്ല ഈ വിഷയങ്ങൾക്കൊപ്പം തന്നെ മറ്റ് വിഷയങ്ങൾ കൂടി ശക്തമായി പാർലമെന്റിൽ ഉയർത്താനും പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ E20 പെട്രോളിന്റെ വിഷയം, അതുപോലെ തന്നെ ഈ അയോധ്യ സംഭാവന കൊള്ള അടക്കമുള്ള വിഷയങ്ങളും നാളെ പാർലമെന്റിൽ ശക്തമായി ഉന്നയിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ സമരം അവസാനിപ്പിച്ചതോടുകൂടി ജന്തർ മന്ദറിൽ നിന്ന് സമരക്കാർ പൂർണ്ണമായും ഇന്നലെ രാത്രി തന്നെ പോവുകയും ചെയ്തിട്ടുണ്ട്. 10 മണിക്ക് ശേഷമൊക്കെ അവിടെ നിന്ന് സമരക്കാർ പൂർണ്ണമായും പോയി. ഇപ്പോൾ ജന്തർ മന്ദർ സാധാരണ നിലയിലാണ്. പക്ഷേ ബാരിക്കേഡുകളടക്കം ഇപ്പോഴും അവിടെ ഉണ്ട്. ഏതെങ്കിലും തരത്തിൽ സമരങ്ങൾ ഉണ്ടായാൽ, ഏതെങ്കിലും ഒരു നാടകീയമായ എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടായാൽ അത് തടയുന്നതിന് വേണ്ടി ബാരിക്കേഡുകൾ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടില്ല. ഏതായാലും ഡൽഹി ഒരു ഇടവേളയ്ക്ക് ശേഷം സാധാരണ നിലയിലേക്ക് വരികയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി ഡൽഹിയിൽ വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. മെട്രോ സ്റ്റേഷനുകൾ പൂർണ്ണമായും അടച്ച നിലയിലാണ് ഉണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട വഴികളെ ബന്ധിപ്പിക്കുന്ന മെട്രോ സ്റ്റേഷനുകളാണ് അടച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ജനജീവിതത്തെയും അത് ബാധിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ മെട്രോ സ്റ്റേഷനുകളെല്ലാം തന്നെ തുറന്ന് ഡൽഹി സാധാരണ നിലയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അഭിജിത് ദീപ്കയുടെ പ്രതികരണവും ഇതുമായി ബന്ധപ്പെട്ട് വരികയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് എല്ലാവർക്കും. ഇനിയുമേറെ മുന്നോട്ട് പോകാനുണ്ട് എന്നുകൂടി, ഇത് ഒന്നിൻ്റെയും അവസാനമല്ല, ഇനിയുമേറെ മുന്നോട്ട് പോകാനുണ്ടെന്ന് കൂടി CJPയുടെ സ്ഥാപകർ അഭിജിത് ദീപ്കെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സമരം അവസാനിച്ചതോടുകൂടി ഡൽഹി സാധാരണ നിലയിലേക്ക് വരികയാണ്.
വ്യക്തമാണ് വിവരങ്ങൾ.